ഹലോ ഡിയേഴ്സ്, ഇന്ന് വീണ്ടും ഒരു ഫോറമൽ വിസിറ്റാണ് കേട്ടോ. ഇന്ന് ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. പോകുന്നതിന് അത്ര വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല, വളരെ ചെറിയ കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടുത്തെ കേരക്കറിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതിനെക്കുറിച്ച് ഞാൻ വീട്ടിലും വിളിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു എങ്കിൽ പാഴ്സലാക്കി ഇങ്ങ് കൊണ്ടുപോരെന്ന്. അത് വാങ്ങാനാണ് ഈ പോക്ക്. ഇവിടുന്ന് നാട്ടിൽ വരെ കറി കൊണ്ടുവരുന്നത് കുറച്ച് ടാസ്ക്കാണെന്നറിയാമെങ്കിലും അതങ്ങ് ഏറ്റെടുത്തേക്കാന്ന് കരുതി. ഇവള് പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ. പറയേണ്ട താമസം, റെഡിയായി കഴിഞ്ഞ്. പിന്നെ ഇപ്രാവശ്യം കറക്റ്റായിട്ട് എവിടാ പോകേണ്ടതെന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് വേറെ എങ്ങും ചുറ്റിക്കറങ്ങി നിൽക്കാതെ താഴത്തെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചു. ഇവള് കൂടെ ഉണ്ടെങ്കിൽ 24/7 വർക്കിംഗ് ക്യാമറയാണ്, കണ്ടില്ലേ. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കേണ്ട വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഇമാതിരി ഐറ്റംസൊക്കെ കണ്ടാൽ ജാട ഇടുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ആചാരം. അത് ഞങ്ങളൊട്ട് തെറ്റിച്ചതുമില്ല. നല്ലോണം അങ്ങ് ജാട ഇട്ട് നിന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും നേരെ കിച്ചൺ വെച്ച് പിടിച്ചു. വേണ്ടതെല്ലാം വാരി പറക്കിയെടുത്തു. കറി പാഴ്സലാക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ളതും ഞങ്ങൾ പാഴ്സലാക്കി. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ സ്റ്റക്കായി പോകുന്നത്. എന്തോരം മുട്ടായികളാണെന്നറിയാമോ, എല്ലാം കൂടി വാരി പറക്കി ഓടാൻ തോന്നും. പിന്നെ ഇതൊക്കെ എടുത്താൽ തന്നെയും കൊടുക്കാനുള്ള കാശില്ല എന്ന് ആലോചിക്കുമ്പം ആ ആഗ്രഹം അങ്ങ് തീരും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വാഷ്റൂമിൽ എത്തിയിട്ട് ബാക്ക് ടു ട്രാക്ക് പോലെ ഞങ്ങളുടെ കലാപരിപാടികളായി. അത് പിന്നെ ആ എ സിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആർക്കായാലും ഉറക്കം വരും. അത്രേ ഉള്ളു ഗൈസ്. നോക്കുന്നേ അത് വേറൊന്നുമല്ല ഗൈസ്, ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു സ്ക്രീൻ ഇന്ന് അവിടെ കണ്ടു. എന്നാൽ പിന്നെ അതെന്താണെന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചു. എല്ലാ ഫ്ലോറും ഞാൻ തോണ്ടി തോണ്ടി ഇരുന്ന് നോക്കി. ഏറ്റവും കോമഡി എന്തെന്നാൽ ഇത് ഞാൻ എപ്പോൾ പോയാലും അവിടെ ഉള്ള സ്ക്രീനാണ്. പക്ഷെ ഞാൻ അതിനെ കണ്ടത് ഇന്നാണെന്ന് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മുന്നേ ഇതിനെ വിശകലനം ചെയ്തേനെ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതിലെല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി എന്ന് ഭാവിച്ച് ഞാൻ അവിടുന്ന് ഇറങ്ങി. കഴിഞ്ഞില്ലേ? താങ്ക് യു. വീണ്ടും വരിക. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളും വീണ്ടും വരിക.